Watch India's largest kids library only on Jio Hotstar. Download the app now. വരൂ വരൂ എന്റെ മത്സ്യകന്യകെ വരൂ. ഒരു വലിയ മീനെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായേനെ, അല്ലേ പത്ലു? ദേ അങ്ങോട്ട് നോക്ക്, മീൻ കൊത്തിയെന്നാ തോന്നുന്നേ. പത്ലു, വലിയ വലിയ മത്സ്യങ്ങളെ കുടുങ്ങിയതെന്നാ തോന്നുന്നത്. ഒന്ന് ആഞ്ഞു പിടിച്ചോടേ. വല്യേട്ടാ, ഞങ്ങള് രണ്ടുപേരും മത്സ്യം പിടിക്കാൻ പോയതായിരുന്നു. പക്ഷെ സത്യത്തിൽ ആ മത്സ്യങ്ങളായിരുന്നു ഞങ്ങളെ പിടിക്കാൻ നോക്കിയത്. ഞങ്ങളെ രണ്ടുപേരെയും അത് പൊക്കിയെടുത്ത് എറിഞ്ഞു കളഞ്ഞത്. പൊളിച്ചടുത്തല്ലോ, മത്സ്യം നിങ്ങളെ പൊക്കി എറിഞ്ഞൂന്നോ? അതെ, എനിക്ക് മത്സ്യം പിടിക്കുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം മത്സ്യം എങ്ങനെ പിടിക്കണ്ടെന്ന്. ഇല്ല, ഞാൻ സത്യം പറയുകയാണ്. ആ മത്സ്യങ്ങളെയൊക്കെ ഞാൻ പിടിച്ചു കാണിച്ചു തരുന്നതായിരിക്കും. വലിയേട്ടാ, എനിക്കൊരു ഗാഡ്ജറ്റ് തന്നേ പറ്റൂ. അതുകൊണ്ട് വെള്ളത്തിനിടയിൽ ശ്വാസം വിടാൻ പറ്റണം. ഹോയ് മോട്ടു, എന്റെ ചങ്കെ, ഇത് പിടിക്ക്. ഈ മാസ്ക് നീ ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിനടിയിൽ എത്ര നേരം വേണമെങ്കിലും ശ്വാസം വിടാതെ നിൽക്കാം. അതുകൊണ്ട് നിനക്ക് എത്ര മീനെ വേണമെങ്കിലും പിടിക്കാം. അത് കൊള്ളാം ഡോക്ടർ ജഡ്ക, ഇത് വലിയ അടിപൊളി സാധനമാണല്ലോ. ഇത് വെച്ചിട്ട് വെള്ളത്തിനടിയിലേക്ക് പോയാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കാനും കഴിയോ? അതിനിപ്പോ എന്താ, ഈ മാസ്ക് ഇട്ട് കഴിഞ്ഞാലേ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കാൻ പറ്റും. താങ്ക് യു വലിയേട്ടാ, താങ്ക് യു. വരൂ, ഇനി ആ മത്സ്യങ്ങൾ ഒരു കൈ നോക്കാം. ഇപ്പൊ വാടാ വലിയ മത്സ്യമേ, ഇപ്പൊ വാ. ഇത്തവണ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും നോക്കട്ടെ. മോട്ടു സൂക്ഷിച്ച്, വലിയ മീൻ കുടുങ്ങിയെന്നാ തോന്നുന്നേ. വലിച്ചോ വലിച്ചോ. ഇതേതോ ഒരു രാജാവിന്റെ സിംഹാസനം എന്നാ തോന്നുന്നേ. മോട്ടു അത് കണ്ടോ, കിരീടവും ഉണ്ട് അവിടെ. ഇത് കൊള്ളാലോ, എന്ത് മനോഹരമാണത്. ഇതില് രത്നങ്ങളും പതിച്ചിട്ടുണ്ടല്ലോ. എന്റെ പത്തിലു, നിനക്ക് എന്താ സംഭവിച്ചത്? നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ആ കിരീടം വേഗം അഴിച്ചു മാറ്റ്, എന്നിട്ട് ആ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങ്. മഹാരാജാവ് വിജയിക്കട്ടെ. രാജാവേ, അങ്ങ് എത്ര നാൾ കഴിഞ്ഞാണ് വന്നത്? ഞങ്ങൾ എത്ര നാളായി കാത്തിരിക്കുന്നു. ഞങ്ങളുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട്, ആരാണോ കിരീടം വെച്ച് ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നത് അദ്ദേഹമാണ് ഞങ്ങളുടെ രാജാവെന്ന്. ഇതാരാണ്? ഇവൻ എവിടെന്നാ വന്നത്? ഇവനെ വേഗം ഓടിക്ക്. എന്റെ പത്തിലു, നീ ഇതെന്താണ് പറയുന്നത്? എന്താണ് പറ്റിയത് നിനക്ക്? ഞാൻ നിന്റെ കൂട്ടുകാരനാണ്, കൂട്ടുകാരൻ. ചിങ്കം സാറെ, നിങ്ങൾ ഇവിടെ ഉള്ളത് നന്നായി. ഞാൻ വലിയ പ്രശ്നത്തിലാണ്. എന്റെ അമ്മോ മോട്ടു, എന്താ പറ്റിയത്? നിങ്ങൾ ആരാണ് ദ്രോഹിച്ചത്? വേഗം പറയൂ. പത്ലു. എന്റെ അമ്മോ, പത്ലുവാണോ നിങ്ങളെ ദ്രോഹിച്ചത്? നിങ്ങളുടെ ഉറ്റ സുഹൃത്ത് നിങ്ങളെ ദ്രോഹിച്ചു എന്നോ? എംപോസിബിൾ. ചിങ്കം സാറെ, നിങ്ങളൊന്ന് കേക്കൂ. ഞങ്ങൾ രണ്ടുപേരും മത്സ്യം പിടിക്കാം. പൊളിച്ചടുത്തല്ല. ഹോയ് മോട്ടു, ഇതൊക്കെ എപ്പോ സംഭവിച്ചു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വരൂ, നമുക്ക് പോയി പത്ലുവിനെ പഴയതുപോലെ ആക്കാം. അവൻ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതനല്ലേ. വരൂ. പത്ലു, ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. നീ സ്വയം നിയമത്തിന് കീഴടങ്ങുന്നതാണ് നല്ലത്. നീരാളി, ഇവന്മാർക്ക് നല്ല പണി കൊടുക്ക്. പിന്നെ ഇവന്മാർ ഇങ്ങോട്ട് നോക്കാൻ പോലും ധൈര്യപ്പെടില്ല.
സോറി പത്ലു, വേണ്ട, ഇതിനോടൊന്ന് ഇറക്കി വിടാൻ പറ വേഗം. മമ്മി, ഡാഡി. പിരാന. എന്നെ വിട്ടേക്കൂ, വിട്ടേക്കൂ. മീനെ, ഇന്ത്യ നിയമമാണ് സത്യം. ഇപ്പൊ വിടണം, ഇപ്പൊ തന്നെ എന്നെ വിട്ടോളണം. രക്ഷിക്കണേ. എനിക്കെന്റെ കൂട്ടുകാരനെ വേണം, എനിക്കെന്റെ കൂട്ടുകാരനെ വേണം. ഡോക്ടർ ജഡ്ക, എന്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ സംഭവിക്കാൻ കാരണം ആ സ്വർണ്ണ കിരീടമാണ്. ഞാനിപ്പോ മീന്റെ വേഷത്തിൽ വെള്ളത്തിൽ ഇറങ്ങിക്കോളാം. അപ്പൊ പിന്നെ ആർക്കും എന്നെ മനസ്സിലാവില്ലല്ലോ. എന്നിട്ട് ഞാൻ പത്ലൂനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ആഹാ. ആ ഇപ്പൊ ഞാനൊരു സ്യൂട്ട് റെഡിയാക്കാൻ പോവാണ്. അത് കാണാൻ മീനിനെ പോലെ തന്നെ ഉണ്ടാവും. അത് ഇട്ട് കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല ചങ്കേ. എന്ന് വെച്ചാൽ അത് കാണാൻ ശരിക്കും മീനിനെ പോലെ തന്നെ ഉണ്ടാവും. ആ നമ്മള് പത്ലൂനെ രക്ഷിക്കാൻ വേണ്ടി പോയാ ആർക്കും നമ്മളെ തടയാനും ആവില്ല. ഇനി നമ്മുടെ ഒരേ ഒരു ടാർഗറ്റ് പത്ലൂനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നത് മാത്രം. ദാ അത് കണ്ടോ, ഇതെന്തു തരം മീനുകളാ? നമ്മുടെ കൂട്ടത്തിലുള്ളതല്ലാന്ന് തോന്നുന്നേ. വാ നമുക്ക് പോയി നോക്കാം. നിങ്ങൾ ആരാണ് സഹോദരി? എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ അനിയത്തിയല്ല, അനിയന്മാരാ. ഇവിടുത്തെ സഹോദരനാ? സഹോദര, അതെ, ഞങ്ങള് ഫുർഫുറെ നഗരത്തിനാ വരുന്നത്. മൈ നെയിം ഇസ് ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഇംപോസിബിൾ. ഞങ്ങൾക്ക് അപ്പോഴേ സംശയമുണ്ടായിരുന്നു നിങ്ങൾ ഞങ്ങളുടെ രാജാവിനെ പിടിക്കാൻ വന്നതാണെന്ന്. വൈദ്യുതി റാണി, ആക്രമിക്കൂ! എന്റെ അമ്മോ. ഇല്ല. എടാ, നിനക്ക് നിന്റെ തല ഒരു സ്ഥലത്ത് തന്നെ വെച്ചൂടെ? മോട്ടു, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ആദ്യം രക്ഷപ്പെടൂ, ബാക്കിയൊക്കെ പിന്നെ പറയാം. രക്ഷപ്പെട്ടോ. നോക്ക്, കുറ്റവാളികൾ രക്ഷപ്പെടാൻ പാടില്ല. കൂട്ടുകാരെ, അറ്റാക്ക്! ഇല്ല. ഓയ് മോട്ടു പത്ലു, എന്റെ ചങ്കുകള്, എന്റെ സഹോദരന്മാരെ, ഇന്ന് ഈ റബ്ബർ ഗ്ലൗസ് നിങ്ങൾ കയ്യിലിട്ടോളൂ. ഇത് ഇട്ട് കഴിഞ്ഞാല് ഷോക്ക് അടിക്കത്തില്ല. ഈ ഇലക്ട്രിക് മീനുകളുടെ അടുത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പിരാനോ, അറ്റാക്ക്! ആരും പേടിക്കണ്ട, നമ്മുടെ ഫിഷ് കവർ വളരെ സ്ട്രോങ് ആ. പക്ഷെ എന്റേത് ശക്തിയുള്ളതല്ല. ചിങ്കം സാറെ ഫയർ ചെയ്തോളൂ. രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. മുതലകളെ ആക്രമിക്കൂ.
നമ്മൾ ഒരുപാട് ഓടിക്കഴിഞ്ഞു. നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ഒരു ശത്രുതയുമില്ല. തിരിച്ചു പോകൂ, അല്ലെങ്കിൽ ഒരുപാട് പശ്ചാത്തപിക്കേണ്ടി വരും. നമുക്ക് കാണാം ആരാണ് പശ്ചാത്തപിക്കേണ്ടി വരിക എന്ന്. മോട്ടു ഇന്നാ പിടിച്ചോ, സമോസ കഴിച്ചോ, പണി തുടങ്ങിക്കോ. വേണ്ട, നിർത്ത്. ഒരുപാടായിരിക്കുന്നു. നമുക്ക് ഇവിടുന്ന് ഓടാം. ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതാണ് ബുദ്ധി. ഇനിയും വഴക്കിടണമെന്ന് തോന്നുന്നുണ്ടോ? ഇനിയും ഞാൻ എങ്ങനെ തല്ലുകൂടാനാ? സോറി. നീരാളി, തിരിച്ചു വരരുത്. പോരാടൂ, നമ്മുടെ രാജാവിനെ തിരിച്ചു കൊണ്ടുവരൂ. നിങ്ങൾക്ക് രാജാവിന്റെ കാര്യം മാത്രമേ ചിന്തയുള്ളൂ. നിങ്ങൾക്ക് പോയി യുദ്ധം ചെയ്തുകൂടെ? ഇറ്റ്സ് ഓക്കെ. രാജാവിന് വരാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാ? അദ്ദേഹത്തിന് തോന്നുമ്പോൾ വരട്ടെ. വരൂ കൂട്ടുകാരെ, നമുക്കൊരിക്കൽ കൂടി രാജാവിന്റെ വരവിനായി പ്രതീക്ഷിച്ചിരിക്കാം. Watch India's largest kids library only on Geo Hotstar. Download the app now.